ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക പാളിയിലെ സ്വർണം സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവ്യക്തത. 2009 സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന രേഖകൾ ഉണ്ടെങ്കിലും 2019 പാളികൾ കൈമാറിയപ്പോൾ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ മഹസറിൽ ഇല്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി. എത്ര തൂക്കം സ്വർണം മുൻപുണ്ടായിരുന്നു എന്ന് വ്യക്തത വന്നെങ്കിൽ മാത്രമേ ഉപയോഗിച്ച സ്വർണത്തിന്റെ പരിശുദ്ധിയിൽ ഉൾപ്പെടെ സംശയ നിവാരണം ഉണ്ടാകൂ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. രേഷ്മ ബാബു വിവരങ്ങൾ നൽകും. രേഷ്മ, വിശദാംശങ്ങൾ. അനു, ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളിലെ സ്വർണത്തിന്റെ തൂക്കം സംബന്ധിച്ചാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി അവ്യക്തത ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നേരത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ചില മഹസർ രേഖകൾ ഹാജരാക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥാപനത്തിന്റെ അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മാനേജരും ഹൈക്കോടതിയിൽ നേരിട്ടെത്തി ചില കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത് 2009 ഈ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള ചില രേഖകൾ ഉണ്ട്. പക്ഷേ 2019 ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയപ്പോൾ എത്ര തൂക്കം സ്വർണം ഉണ്ടായിരുന്ന കാര്യത്തിൽ മഹസറിൽ വ്യക്തതയില്ല. അതായത് മഹസർ രേഖകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവ്യക്തത നീക്കിയേ മതിയാകൂ എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാനായിട്ട് ചീഫ് സെക്യൂരിറ്റി ഓഫീസറോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് മഹസർ രേഖകളിൽ സ്വർണം സംബന്ധിച്ച കാര്യങ്ങളിൽ ചില വ്യക്തത കുറവുണ്ട്. ഒപ്പം തന്നെ 2009 ഈ ദ്വാരപാലകരുടെ പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് ചില രേഖകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് മഹസർ രേഖകളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല? അത് മാത്രവുമല്ല, ഈ സ്വർണം പൂശുവാനാണെങ്കിൽ കുറഞ്ഞ തൂക്കം സ്വർണം ഉപയോഗിച്ചാൽ മതിയാകും. സ്വർണം പൊതിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 1 കിലോയ്ക്ക് അധികം സ്വർണം ഉപയോഗിക്കേണ്ടി വരും. ഈ ഒരു സ്വർണം പൂശിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൂക്കം കുറയുകയും ക്യാരറ്റ്, അതായത് പരിശുദ്ധി കുറഞ്ഞ സ്വർണ്ണം ഉപയോഗിക്കാനും സാധിക്കും. അത്തരത്തിൽ കബളിപ്പിക്കൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്നുള്ളൊരു സംശയം കൂടി ഹൈക്കോടതി രേഖപ്പെടുത്തി അല്ലെങ്കിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി സംശയ നിവാരണം നടത്തണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിനും ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്കും ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. 2 ദ്വാരപാലകരുടെ പാളികൾ അതിപ്പോഴും സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നുണ്ട്. അവ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് ആ പാളികൾ കൂടി പരിശോധിച്ച് ഒപ്പം തന്നെ എത്ര സ്വർണം 2019 മുൻപ് ഉണ്ടായിരുന്നു, 2019 എത്ര സ്വർണ്ണമുണ്ട്, ഇപ്പോൾ കൊടുത്ത സമയത്തും എത്ര സ്വർണ്ണമുണ്ട്, ഇത് സംബന്ധിച്ചുള്ള തൂക്കം അത് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും വേണം. ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും മറ്റൊരു നിർദ്ദേശം കൂടി ഉണ്ടായിട്ടുണ്ട്. നിലവിൽ അറ്റകുറ്റപ്പണി നിർത്തിവെച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അത് വീണ്ടും അതിന്റെ അറ്റകുറ്റപ്പണി തുടരാൻ സാധിക്കും. അതിന് അനുമതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ അറ്റകുറ്റപ്പണി തീർത്തതിന് ശേഷം ഈ സ്വർണ്ണപ്പാളികൾ എത്രയും വേഗം സന്നിധാനത്ത് തിരിച്ചെത്തിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. രേഖകൾ ഹാജരാക്കാനും അതോടൊപ്പം തന്നെ സ്ട്രോങ് റൂമിലിരിക്കുന്ന ദ്വാരപാലകരുടെ പാളികൾ അത് പരിശോധിച്ചതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് ഹാജരാക്കാനും ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അനു, രേഷ്മ.